പഹൽഗാമിൽ ഇന്നലെ ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടതായി വാർത്ത വരുമ്പോൾ പഹൽഗാം മുഴുവൻ ഇപ്പോൾ നമ്മുടെ സുരക്ഷാ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല ചടുലമായ നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു. കനത്ത തിരിച്ചടി നൽകാൻ പാകിസ്ഥാന് പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംശയം ഇല്ല. ഇപ്പോൾ നമുക്കൊപ്പം ഷൈല എന്നൊരു സഞ്ചാരി കൂടി ചേരുകയാണ്. അവർ യാത്രാ സംഘമാണ്, പഹൽഗാം സന്ദർശിക്കുന്ന യാത്രക്കാരാണ്. ഷൈല, ഗുഡ് മോർണിംഗ്. ഷൈല, നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? ഹലോ, കേൾക്കുന്നു. നിങ്ങളിപ്പോൾ പഹൽഗാമിലാണോ ഉള്ളത്? ഇല്ല, പഹൽഗാമിലല്ല, ഞങ്ങളിപ്പോ ശ്രീനഗറിലേക്ക് സൈറ്റ് സീയിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 29 പേരുടെ ഒരു ബാച്ചാണ്. ഞങ്ങള് എറണാകുളം വരാപ്പുഴയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങള് പഹൽഗാം സന്ദർശിക്കാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു, അതോ ഇന്നലെ സന്ദർശിച്ചോ? ഇന്ന് ഞങ്ങൾ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ഇഷ്യൂ വന്നതുകൊണ്ട് ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ശ്രീനഗറിലേക്ക് ഞങ്ങള് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങള് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവാണോ അതോ മടക്കയാത്രയാണോ? സിറ്റി ടൂറിലാണ് ഇപ്പൊ. ഞങ്ങള് മിനിയാന്ന് ഇവിടെ വന്നേ ഉള്ളൂ. എടപ്പള്ളിന്ന് മരിച്ച ഞങ്ങളുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നതാണ്. ഓ, രാമചന്ദ്രൻ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അല്ലേ? ഹൈദരാബാദിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ശ്രീനഗറിലേക്ക്. ആ സംസാരിക്കുന്ന പുരുഷന്റെ മുഖം കാണുന്നില്ല, കുറച്ചുകൂടെ നേരെ വന്നാൽ നന്നായി. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. സന്തോഷം. ഞങ്ങള് കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾ ശ്രീനഗറിലേക്ക്. ആ ഫ്ലൈറ്റില് രാമേന്ദ്രനും ഫാമിലിയും അവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഫ്ലൈറ്റിൽ. അവരോട് നിങ്ങൾ സംസാരിച്ചായിരുന്നോ? ഇല്ല, അവര് വേറെ റൂട്ടിൽ പോയി, വേറെ ട്രാവലിംഗ് ഏജൻസിയുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ റോസ് ഹെവൻസ് എന്ന് പറഞ്ഞ ട്രാവൽസിന് ഞങ്ങളുടെ വന്നേ, റോസ് ഓൾ ഡേയ്സ് ട്രാവൽസിന് ഞങ്ങൾ വന്നേക്കണം കൊച്ചിയിൽ നിന്ന്. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ? ഇല്ല. ഇപ്പൊ ഞങ്ങളിവിടെ മിലിറ്ററി ആൾക്കാരായിട്ട് ഇവിടുത്തെ ലോക്കൽ പോലീസായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾ സേഫ് ആയിട്ട് പോയിക്കോ, ഒരു പ്രശ്നമില്ല, ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സേഫായിട്ട് യാത്ര ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്.